പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ടി.എം. ശശിയെയും വൈസ് പ്രസിഡന്റായി എൻ. സരിതയെയും തെരഞ്ഞെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും എൽ.ഡി.എഫിന് നറുക്കെടുപ്പിലൂടെ ലഭിച്ചു. സമനിലയിലായിരുന്ന 5 ഗ്രാമപഞ്ചായത്തിൽ 3 എൽ.ഡി.എഫിനും 2 യു.ഡി.എഫിനും നറുക്കെടുപ്പിലൂടെ ഭരണം കിട്ടി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ ഇടതുപക്ഷത്തിനൊപ്പമാണ്. ഇത്തവണയും ചരിത്രം മാറിയില്ല. പല്ലശനയിൽ നിന്ന് വിജയിച്ച CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.എം. ശശിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി കൊല്ലങ്കോട് നിന്ന് വിജയിച്ച CPIM ജില്ലാ കമ്മിറ്റി അംഗം എൻ. സരിതയെയും തെരഞ്ഞെടുത്തു. ജില്ലയുടെ വികസനമാണ് പ്രധാനമെന്ന് പ്രസിഡന്റ് ടി.എം. ശശി പറഞ്ഞു. പാലക്കാട് പോലുള്ള വളരെ വൈവിധ്യമാർന്ന, വളരെ വിശാലമായ, എല്ലാവരെയും യോജിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയെടുക്കുക എന്നുള്ളത് തീർച്ചയായും വളരെ സന്തോഷമുള്ളതാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളെയും ജനപ്രതിനിധികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ വികസനത്തിന് നിർണായകമായ ഇടപെടൽ നടത്തും എന്നതാണ് എനിക്ക് ചുരുക്കി ആദ്യഘട്ടം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CK രാജേന്ദ്രൻ, K ശാന്തകുമാരി MLA, KD പ്രസന്നൻ MLA ഉൾപ്പെടെയുള്ളവർ ചുമതലയേൽക്കൽ ചടങ്ങിനെത്തി. അതേസമയം 8 സീറ്റ് വീതം LDFിനും UDFിനും ലഭിച്ച തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെ LDF ഭരണത്തിലേറി. ജില്ലയിൽ സമനിലയിലായിരുന്ന 5 പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ 3 LDFും 2 UDFും ഭരണം നേടി. പാലക്കാട് പെരിങ്ങോട്ട് കുറിശ്ശിയിലെ 60 വർഷത്തെ UDF ഭരണം അവസാനിച്ചു. LDFിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലെത്തി. അട്ടപ്പാടി അഗളി പഞ്ചായത്തിൽ UDF അംഗം LDFിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിച്ചു. 20-ാം വാർഡ് ചിന്നപ്പറമ്പിൽ നിന്നുള്ള മഞ്ജുവാണ് പ്രസിഡന്റായത്. കൈരളി ന്യൂസ്, പാലക്കാട്.